സന്തോഷത്തിന്റെ രഹസ്യം. ഹായ് കൂട്ടുകാരെ, ഇതൊരു പൂവിന്റെ കഥയാണ്. വെളുത്ത നിറമുള്ള ഒരു കുഞ്ഞി കാട്ടുപൂവിന്റെ കഥ. അവളുടെ പേരറിയണ്ടേ? അവളുടെ പേരാണ് ലിറ്റിൽ വൈറ്റ്. ഒരു ദിവസം ലിറ്റിൽ വൈറ്റ് അതിരാവിലെ കണ്ണു തുറന്നു. ചുറ്റും ചെറിയ മൂടൽമഞ്ഞുണ്ട്. അവൾ സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. മുഴുവൻ മഞ്ഞുതുള്ളികൾ. അവൾ വിചാരിച്ചു, ഹോ, എന്തൊരു തണുപ്പാണിന്ന്! പക്ഷേ ഈ പ്രഭാതം കാണേണ്ടത് തന്നെ. എന്ത് മനോഹരമാണ് കോടമഞ്ഞിൽ പൊതിഞ്ഞ ഈ കാട് കാണാൻ. മാവ് മുത്തശ്ശന്റെ അടുത്താണ് ലിറ്റിൽ വൈറ്റ് താമസിക്കുന്നത്. മുത്തശ്ശനാണ് അവളുടെ കൂട്ടുകാരൻ. എല്ലാ വിശേഷങ്ങളും വിചാരങ്ങളും സങ്കടങ്ങളും അവൾ മുത്തശ്ശനുമായി പങ്കുവയ്ക്കാറുണ്ട്. ലിറ്റിൽ വൈറ്റിന്റെ അടുത്തുള്ള കുളത്തിലാണ് പിങ്കി താമരയുടെ താമസം. നല്ല പിങ്ക് നിറമുള്ള പിങ്കിയെ ലിറ്റിൽ വൈറ്റിന് ഭയങ്കര ഇഷ്ടമാണ്. ലിറ്റിൽ വൈറ്റ് മാങ്ങ മുത്തശ്ശനോട് പറഞ്ഞു, മുത്തച്ഛ, നമ്മുടെ പിങ്കിയെ നോക്കിയേ, എന്തു സുന്ദരിയാണവൾ. അവളുടെ ഇതളുകൾ കണ്ടില്ലേ? വിരിഞ്ഞു നിൽക്കുന്ന അവളെ കാണാൻ അപ്സരസിനെ പോലെയുണ്ട്. പക്ഷേ എന്നെ നോക്കൂ, നിറവുമില്ല, മണവുമില്ല, ഭംഗിയുമില്ല. കഷ്ടം തന്നെ. ഇത് കേട്ട് മുത്തശ്ശൻ ചിരിച്ചു. അപ്പോഴാണ് ആ വഴി ഒരു ശക്തനായ സിംഹം നടന്നു പോകുന്നത് ലിറ്റിൽ വൈറ്റ് കണ്ടത്. അവന്റെ ശരീരം സ്വർണ്ണ നിറത്തിലായിരുന്നു. സൂര്യപ്രകാശമേറ്റ് അവന്റെ ശരീരം തിളങ്ങുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ലിറ്റിൽ വൈറ്റ് പറഞ്ഞു, ആ സിംഹത്തെ നോക്കൂ മുത്തശ്ശ, എന്തൊരു ശക്തൻ! കാട്ടിലെ രാജാവ്. എല്ലാവരും അദ്ദേഹത്തെ കണ്ടാൽ ബഹുമാനിച്ച് തലകുനിക്കും. എന്നാൽ എന്നെ നോക്കൂ, ഞാൻ എത്ര ചെറുതാണ്, ദുർബലയും. എന്നെ ആരും ബഹുമാനിക്കുന്നില്ല. എന്തിന്? ശ്രദ്ധിക്കുന്നു പോലുമില്ല. മുത്തശ്ശൻ ഒന്നും മിണ്ടിയില്ല. സങ്കടത്തോടെ ഇരുന്ന ലിറ്റിൽ വൈറ്റ് പിന്നെ കണ്ടത് ആരെയാണെന്നോ? ഒരു ചിത്രശലഭത്തെ. തേൻ കുടിക്കാൻ പൂക്കൾ തോറും പാറി നടക്കുകയായിരുന്നു ശലഭം. ഇതു കണ്ട ലിറ്റിൽ വൈറ്റ് പറഞ്ഞു, മുത്തശ്ശ, ആ ശലഭത്തെ നോക്കിയേ, എത്ര സുന്ദരി! അവളുടെ ചിറകുകളുടെ അത്ര സുന്ദരമായ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എത്ര സ്വാതന്ത്ര്യത്തോടെയാണ് അവൾ ഓരോ സ്ഥലത്തും പാറി പാറി നടക്കുന്നത്. എത്ര സുന്ദരമാണ് അവളുടെ ജീവിതം. എനിക്കിവിടെ നിന്നൊന്ന് ചലിക്കാൻ പോലും പറ്റുന്നില്ല. മുത്തശ്ശൻ എല്ലാം കേട്ട് നിശബ്ദനായി നിന്നു. ഇത് കണ്ട പൂവിന് സങ്കടം വന്നു. ഇതെല്ലാം കേട്ടിട്ടും മുത്തശ്ശൻ എന്താണൊന്നും മിണ്ടാത്തത്? അല്ല, മുത്തശ്ശൻ എന്ത് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാനാണ്? മുത്തശ്ശനെ തന്നെ നോക്കൂ, എത്ര വലിയ മരമാ! എത്ര പക്ഷികൾക്കും മൃഗങ്ങൾക്കുമാണ് മുത്തശ്ശൻ ഭക്ഷണവും നിഴലും താമസിക്കാനുള്ള സ്ഥലവും നൽകുന്നത്. ഈ ഞാൻ പോലും മുത്തശ്ശന്റെ കരുണയിലല്ലേ ജീവിക്കുന്നേ? അല്ലെങ്കിൽ എപ്പോഴേ സൂര്യന്റെ വെയിലേറ്റ് ഞാൻ വാടിപ്പോയേനെ. ഇതുവരെ മിണ്ടാതിരുന്ന മുത്തച്ഛൻ പിങ്കി താമരയോട് പറഞ്ഞു, പിങ്കി, ഈ ലിറ്റിൽ വൈറ്റ് പറയുന്നത് നീ വളരെ സുന്ദരിയും ഭാഗ്യമുള്ളവളുമാണ് എന്നാണ്. എന്താണ് നിനക്ക് പറയാനുള്ളത്? അപ്പോൾ താമര പറഞ്ഞു, ലിറ്റിൽ വൈറ്റ്, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? വിടരുമ്പോൾ തന്നെ ആളുകൾ എന്നെ പറിച്ചുകൊണ്ടുപോകും. അതുപോലെ ഈ കുളം വറ്റിക്കഴിഞ്ഞാൽ എനിക്കൊരു ജീവിതവുമില്ല. സൂര്യന്റെ ചൂട് ഒന്നു കൂടിയാൽ ഉടനെ വറ്റുന്ന ഒരു ചെറിയ കുളമല്ലേ ഇത്. പക്ഷേ നിന്നെ നോക്കൂ, നീ എത്ര ഭാഗ്യവതിയാ. കുളം വറ്റിയാൽ വാടിപ്പോകുമോ എന്ന് പേടിക്കണ്ട, ആരെങ്കിലും പറിച്ചു കൊണ്ടുപോകുമോ എന്ന് പേടിക്കണ്ട. നിനക്ക് സന്തോഷത്തോടെ ജീവിക്കാമല്ലോ. ഇത് കേട്ടുകൊണ്ടാണ് സിംഹം ആ വഴി വന്നത്. കാര്യം തിരക്കിയ സിംഹത്തോട് മുത്തശ്ശൻ പറഞ്ഞു, സിംഹച്ചാരേ, നീ ശക്തിശാലിയും എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയുമായതുകൊണ്ട് ഒരു ഭാഗ്യവാനാണെന്നാണ് ലിറ്റിൽ വൈറ്റ് പറയുന്നത്. എന്താണ് നിനക്ക് പറയാനുള്ളത്? ഇത് കേട്ട സിംഹച്ചാർ പറഞ്ഞു, അതെല്ലാം ശരി തന്നെ. പക്ഷേ ശക്തിയോടൊപ്പം ഉത്തരവാദിത്വവും എനിക്ക് കൂടുതലാണ്. എൻ്റെ പ്രജകളെ രക്ഷിക്കാനും എൻ്റെ പ്രദേശം സുരക്ഷിതമാക്കുവാനും എനിക്കെപ്പോഴും പോരാടേണ്ടി വരും, യുദ്ധം ചെയ്യേണ്ടി വരും.
എല്ലാവർക്കും എന്നെ പേടിയാണ്. അതുകൊണ്ടെന്താ, ഞാനെപ്പോഴും തനിച്ചാണ്. സ്വന്തമെന്ന് പറയാൻ ഒരു നല്ല സുഹൃത്ത് പോലും എനിക്കില്ല. പക്ഷെ നീയോ എത്ര സമാധാനത്തോടെയാണ് ഓരോ ദിവസവും ഉണരുന്നത്. ആരോടും യുദ്ധം ചെയ്യേണ്ട കാര്യം നിനക്കില്ല. എത്ര സമാധാനപരമായ ജീവിതം. എത്ര സുഹൃത്തുക്കളാണ് നിനക്ക് ചുറ്റുമുള്ളത്. നീ തന്നെയാണ് ഭാഗ്യവതി. അതുവഴി പറന്നു വന്ന ശലഭത്തോടും മുത്തശ്ശൻ ചോദ്യം ആവർത്തിച്ചു. ശലഭം പറഞ്ഞു, ഞാൻ സുന്ദരി തന്നെ. പക്ഷേ ഭക്ഷണത്തിനായി നിന്നെപ്പോലുള്ള പുഷ്പങ്ങളെ ആശ്രയിക്കണം. ഭക്ഷണം നിങ്ങൾ തന്നില്ലെങ്കിലോ എന്റെ മരണം ഉറപ്പാണ്. അതുപോലെ എന്റെ ജീവിതം ഹ്രസ്വമാണ്. ഞാൻ ജീവിക്കുന്നത് ഏതാനും ആഴ്ചകൾ മാത്രം. നീ എത്ര ഭാഗ്യവതി. നിനക്ക് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കും. കുറേ കാലം ഈ ഭൂമിയിൽ സുഖമായി ജീവിക്കാനും സാധിക്കും. ഇതെല്ലാം കേട്ട് ആശ്ചര്യത്തോടെ നിൽക്കുന്ന ലിറ്റിൽ വൈറ്റിനോട് മുത്തശ്ശൻ പറഞ്ഞു. ഇനി എന്റെ കാര്യം. നീ പറഞ്ഞല്ലോ ഞാൻ ശക്തനും പരോപകാരിയുമാണ്. പക്ഷേ നിനക്കറിയില്ല, ഓരോ തവണ കൊടുങ്കാറ്റ് വരുമ്പോഴും അതിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ എത്ര കഷ്ടപ്പെടുന്നു. പലപ്പോഴും എന്റെ ശാഖകൾ പലതും ഒടിച്ചു നുറുക്കിയാണ് കൊടുങ്കാറ്റ് കടന്നു പോകുന്നത്. എപ്പോൾ കാറ്റ് കൊടുങ്കാറ്റാകുമെന്ന ഭയത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. നീ ചെറുതായതുകൊണ്ട് ഈ പേടിയൊന്നും വേണ്ട. ഇനി പറയൂ, ആരാണ് ഭാഗ്യവതി? ഇതെല്ലാം കേട്ടുനിന്ന ലിറ്റിൽ വൈറ്റിനും ആശ്ചര്യമായി. നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഞാൻ വിചാരിച്ചത് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയുമാണ് ജീവിക്കുന്നത് എന്നാണ്. കൂട്ടുകാരെ, ആരും എല്ലാം തികഞ്ഞവരല്ല. എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ആരും ആരെക്കാളും ചെറിയവരുമല്ല. എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. നമ്മൾ നമ്മളുടെ കഴിവുകളും ഗുണങ്ങളും മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കണം. നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു കൂട്ടുകാരെ.